നമസ്കാരം. അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സിൽ. ആദ്യം പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ഹമാരാ സൗദാ ഥാ ഖേൽ ഖണ്ഡി മേം ഖാനെ കി അദല ബദലി കാ ഇസ് തരഹ് കി അദല ബദലി സേ ഹം ക്യാ സമജ് സക്തേ ഹൈ. ഡ്രിൽ പീരീഡിൽ ഭക്ഷണ സാധനങ്ങൾ പരസ്പരം മാറ്റിയെടുക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഇപ്രകാരമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബച്ചോം കെ മൻമേം സ്വാർത്ഥ കാ വിചാർ നഹീം. കുട്ടികളുടെ മനസ്സിൽ സ്വാർത്ഥ ചിന്തയില്ല. ബച്ചോം കെ ലിയേ ദോസ്തി സർവോപരി ഹേ. കുട്ടികളെ സംബന്ധിച്ച് സൗഹൃദം ഏറ്റവും വലുതാണ്. സച്ചേ മിത്ര അപ്ന സുഖ് ദുഃഖ് ആപ്പസ് മേ ബാണ്ട്തേ ഹൈ. യഥാർത്ഥ സുഹൃത്തുക്കൾ സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. ഇസ്സേ ഉൻകെ ബീച്ച് കി ഗഹരി മൈത്രി സമജ് സക്തേ ഹേ. അവർക്കിടയിലുള്ള ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, രവിവാർ കി ഛുട്ടി കാ ദിൻ ഉൻകെ ലിയേ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ ഹുവാ കർത്താ. ऐसा क्यों कहा गया है? ഞായറാഴ്ച ദിവസം അവർക്ക് ആഴ്ചയിലെ ഏറ്റവും മോശമായ ദിവസമായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്? लेखक के मित्र मोरपाल और उनके जैसे सहपाठी कठिन मेहनत करके जीने वाले थे. ലേഖകന്റെ കൂട്ടുകാരനായ മോർപാലും അവനെ പോലെയുള്ള മറ്റ് സഹപാഠികളും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. इसलिए स्कूल जाना उनको बेहद पसंद था. അതിനാൽ സ്കൂളിൽ പോകുന്നത് അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. പഠായി കെ ദിനോ മേം വേ ഇൻസെ മുക്ത് ഹോക്കർ. പഠിത്തമുള്ള ദിവസങ്ങളിൽ അവർ ഇവയിൽ നിന്ന് രക്ഷപ്പെട്ട് ദോസ്ത് കെ സാത്ത് കൂട്ടുകാരോടൊപ്പം ഹാസി മസാക് കർക്കെ ചൽത്തേ ഥേ. ചിരിയും തമാശകളുമായി നടന്നിരുന്നു. इसलिए उनके मत में रविवार का दिन ഉൻകെ ലിയേ ഹഫ്തേ കാ സബ്സെ ബുരാ ദിൻ ഥാ. അതിനാൽ ലേഖകന്റെ അഭിപ്രായത്തിൽ അവർക്ക് ഞായറാഴ്ച ഏറ്റവും മോശം ദിവസമായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ബാക്കി 99 കഹാനിയോം കോ കഭി ഭൂൽനാ നഹീം ചാഹിയേ ജോ ഹമാരേ ബച്പനോമേം ഹേ. ലേഖകനെ ഏസാ ക്യോം കഹാ ഹേ. ബാക്കി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നടന്ന 99 കഥകളും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ലേഖകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ലേഖക കെ ബച്പൻ കാ മിത്ര മോർപാൽ സ്കൂൾ മേം 8വീं തക് ഹി പഠ് സഖാ. ലേഖകന്റെ കൂട്ടുകാരനായ മോർപാലിന് 8ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. ഫിർ അപ്നെ പിതാ കി തരഹ് ഖേത് മസൂരി കർണേ ലഗാ. പിന്നീട് അവനും അച്ഛനെ പോലെ കൃഷിപ്പണികൾ ചെയ്യാൻ തുടങ്ങി. പർ അയാം കലാം ഫിലിം കാ നായക് കലാം കി കഥ ഇസ്സെ ഭിന്ന ഹേ. എന്നാൽ അയാം കലാം സിനിമയിലെ നായകനായ കലാമിന്റെ കഥ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ജീവൻ കി അനേക കഠിനായിയോം കോ സഹത്തെ ഹുയേ വഹ് അപ്നെ ലക്ഷ്യ പർ പഹൂഞ്ചതാ ഹേ. അനേകം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. इसलिए लेखक कहते हैं कि उसकी कहानी 100 में से एक है. അതിനാലാണ് ലേഖകൻ പറയുന്നത് അവന്റെ കഥ 100 കഥകളിൽ ഒന്നാണെന്ന്. ബാക്കി ബച്ചോം കി കഹാനി തോ ഹമാരെ ബച്പൻ കെ അനേക ഗരീബ് മിത്രോം കി കഹാനി ഹേ. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ നിരവധി പാവപ്പെട്ട സുഹൃത്തുക്കളുടെ കഥയാണ് ബാക്കി കുട്ടികളുടെ കഥ. നാലാമത്തെ ചോദ്യം, ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീം ജീന ചാഹ്താ. ഇസ്സെ അപ്നെ ക്യാ സമജ്ജ. പക്ഷെ ചോട്ടു വെറും ചോട്ടുവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ചോട്ടു ചായ് ബനാനെ വാലാ ഹേ ലേക്കിൻ ഉസ്കെ മൻ മേം കലാം ബൻനെ കി ഇച്ഛാ ഹേ. ചോട്ടു ചായ ഉണ്ടാക്കുന്ന ആളാണ്, പക്ഷേ അവന്റെ മനസ്സിൽ കലാം ആയി തീരാനുള്ള ആഗ്രഹമാണുള്ളത്. इसलिए उसने खुद अपना नाम कलाम रखा. അതിനാലാണ് അവൻ കലാം എന്ന പേര് സ്വന്തമാക്കിയത്.
ഉസ്കെ മൻ മേം അനേക സപനെ ഹൈ. അവന്റെ മനസ്സിൽ ധാരാളം സ്വപ്നങ്ങൾ ഉണ്ട്. ഉസ്കാ ലക്ഷ്യ ഹേ ജീവൻ കി ഉന്നതി പർ പഹൂഞ്ചന. അവന്റെ ലക്ഷ്യം ജീവിതത്തിൽ ഉന്നതിയിലെത്തുകയാണ്. ലേക്കിൻ കലാം ഫിർ കലാം ഹേ. ലേഖക് കെ ഇസ് പ്രസ്താവ് പർ ചർച്ച കരേ. എന്നാൽ കലാം കലാം തന്നെയാണ്. ലേഖകന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് ചർച്ച ചെയ്യാം. കലാം ദൃഢനിശ്ചയ് വാലാ ലഡ്കാ ഹേ. കലാം ദൃഢനിശ്ചയമുള്ളവനാണ്. ഉസ് പർ ഛൂട്ടെ ആരോപ് ഹോനെ പർ ഭി വഹ് രൺവിജയ് സേ കി ദോസ്തി കാ പ്रण നഹീ തോഡ്നാ ചാഹ്താ. അവനുമേൽ തെറ്റായ ആരോപണം ഉണ്ടായിട്ടുകൂടി രൺവിജയുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. വഹ് ജീവൻ മേം ദോസ്തി കോ ഊഞ്ചാ സ്ഥാൻ ദേനാ ചാഹ്താ ഹേ. അവൻ ജീവിതത്തിൽ സൗഹൃദത്തിന് വലിയ സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്നു. പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ലിഖേം പ്രത്യേക പാത്ര ക്യാ കർത്താ ഥാ. ഓരോ കഥാപാത്രവും എന്ത് ചെയ്തിരുന്നുവെന്ന് എഴുതുക. കഥാപാത്രങ്ങൾ മോർപാൽ, മിഹിർ. ഇവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അവ കഥാപാത്രങ്ങൾക്കനുസൃതമായി എഴുതുക. ഘർ സേ രാജ്മാ ലാത്താ ഥാ. വീട്ടിൽ നിന്നും പരിപ്പ് കറി കൊണ്ടുവന്നിരുന്നു. രാജ്മാ ദേഖ്തേ ഹി ഖുശ് ഹോത്താ ഥാ. പരിപ്പ് കറി കാണുമ്പോൾ സന്തോഷിക്കുമായിരുന്നു. കീമത്തി കപ്പടെ ഖരീദത്താ ഥാ. വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുമായിരുന്നു. സ്കൂൾ സേ ബഹുത് ദൂർ രഹ്താ ഥാ. സ്കൂളിൽ നിന്നും വളരെ ദൂരെ താമസിച്ചിരുന്നു. ചാച്ചിക്ക ഡിബ്ബ ലാത്താ ഥാ. ഡപ്പയിൽ മോരുകറി കൊണ്ടുവന്നിരുന്നു. ഉത്തരം നോക്കാം. മോർപാൽ चाचा का डिब्बा लाता था, राजमा देखते ही खुश होता था, स्कूल से बहुत दूर रहता था. മോർപാൽ ആണ് ഡെപ്പായിൽ മോര് കറി കൊണ്ടുവന്നതും പരിപ്പ് കറി കണ്ടപ്പോൾ സന്തോഷിച്ചതും സ്കൂളിൽ നിന്നും ദൂരെ താമസിച്ചിരുന്നതും. മിഹിർ ഘർ സേ രാജ്മാ ലാത്താ ഥാ, കീമത്തി കപ്പടെ ഖരീദത്താ ഥാ. മിഹിർ ആണ് വീട്ടിൽ നിന്ന് പരിപ്പ് കറി കൊണ്ടുവന്നതും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയതും. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. സംബന്ധ പഹചാനെ लेख से उचित शब्द चुनकर रिक्त स्थान की पूर्ति करें. ബന്ധം മനസ്സിലാക്കി ലേഖനത്തിൽ നിന്ന് ഉചിതമായ വാക്കുകൾ തെരഞ്ഞെടുത്തെഴുതാം. ഉത്തരം നോക്കാം. സിനിമ കാ നാം. സിനിമയുടെ പേര് അയാം കലാം. ഫിലിം നിദേശക് സിനിമാ സംവിധായകൻ നീൽ മാധവ് പാണ്ഡ. ഫിലിം കാ നായക് സിനിമയിലെ നായകൻ ചോട്ടു അല്ലെങ്കിൽ കലാം. മിഹിർ കെ മിത്ര കാ നാം. മിഹിറിന്റെ സുഹൃത്തിന്റെ പേര് മോർപാൽ. ചോട്ടു കെ മിത്ര ചോട്ടുവിന്റെ സുഹൃത്ത് രൺവിജയ്. സമീക്ഷ കെ ലേഖക് അവലോകന ലേഖകൻ മിഹിർ. അടുത്ത പ്രവർത്തനം സംബന്ധ പഹചാൻ കർ സഹി മിലാൻ കരേ. ബന്ധം മനസ്സിലാക്കി ശരിയായവ യോജിപ്പിക്കാം. ഉത്തരം റോസ് സ്കൂൾ ജാന. ദിവസവും സ്കൂളിൽ പോകുന്നത്. മിഹിർ കോ പസന്ത് നഹീം ഥാ. മിഹിറിന് ഇഷ്ടമില്ലായിരുന്നു. ഷാദി മേം മോർപാൽ. വിവാഹങ്ങളിൽ മോർപാൽ യൂണിഫോം പഹൻകർ ആത്താ ഥാ. യൂണിഫോം ധരിച്ച് വരുമായിരുന്നു. മിഹിർ കാ മിത്ര മോർപാൽ. മിഹിറിന്റെ സുഹൃത്ത് മോർപാൽ റോസ് സ്കൂൾ ആത്താ ഥാ. ദിവസവും സ്കൂളിൽ വരുമായിരുന്നു. രവിവാർ കി ചുട്ടി. ഞായറാഴ്ച അവധി ദിവസം. മോർപാൽ കോ ബുരി ലഗ്തി ഥി. മോർപാലിന് മോശം ദിവസമായിരുന്നു. സ്കൂൾ കി ചുട്ടി മിൽനെ പർ. സ്കൂളിലെ അവധി ദിവസങ്ങളിൽ ലേഖക് ഘർ മേം ഖുശി മനാതാ ഥാ. ലേഖകൻ വീട്ടിൽ സന്തോഷിച്ചിരുന്നു. അടുത്തത് ഒരു ടിപ്പണി തയ്യാറാക്കാനാണ്. എഹ് പ്രസംഗ പഠേം. മിഹിർ और മോർപാൽ के ജീവൻ അനുഭവം के ആധാർ पर ടിപ്പണി ലിഖേം. താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് മിഹിറിന്റെയും മോർപാലിന്റെയും ജീവിത അനുഭവങ്ങളെക്കുറിച്ച് കുറിപ്പെഴുതുക.
जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. ലേഖകന് സ്കൂളിൽ ചിലവഴിച്ച സമയം ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയമായിരുന്നു. എന്നാൽ മോർപാലിന് സ്കൂളിൽ ചിലവഴിച്ച സമയമായിരുന്നു ജീവിതത്തിൽ ഏറ്റവും നന്നായി തോന്നിയിരുന്നത്. ഈ കഥാഭാഗം വായിച്ച് കുറിപ്പെഴുതാനാണ്. ടിപ്പണി. മിഹിർ അമീർ ഘർ കാ ബച്ചാ ഥാ. മിഹിർ സമ്പന്ന കുടുംബത്തിലെ കുട്ടിയായിരുന്നു. ഉസേ സ്കൂൾ ജാന പസന്ത് നഹീം. അവന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. ചുട്ടിക്കെ ദിനോ മേം വഹ് ഖുശ് ഥാ. അവധി ദിവസങ്ങൾ അവന് സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. യൂണിഫോം പഹന്ന ഉസേ ബുരാ ലഗ്താ ഥാ. യൂണിഫോം ധരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ക്യോങ്കി ഉസ്കെ പാസ് കൈ കിമത്തി കപ്പടേ ഥേ. കാരണം വില കൂടിയ ധാരാളം വസ്ത്രങ്ങൾ അവനുണ്ടായിരുന്നു. ഉസ്കാ ജീവൻ സുഖ സുവിധാവും സേ ഭരാ ഥാ. അവന്റെ ജീവിതം സുഖ സൗകര്യങ്ങൾ നിറഞ്ഞതായിരുന്നു. മോർപാൽ ഗരീബ് ബച്ചാ ഥാ. മോർപാൽ ദരിദ്രനായ കുട്ടിയായിരുന്നു. സ്കൂൾ ജാന വഹ് പസന്ത് കർത്താ ഥാ. സ്കൂളിൽ പോകാൻ അവന് ഇഷ്ടമില്ലായിരുന്നു. ക്യോങ്കി ഹർ ദിൻ ഉസേ ഘർ കാ ഓർ ഖേത്തി കാ കാം കർനാ ഥാ. എന്തുകൊണ്ടെന്നാൽ എന്നും അവന് വീട്ടിലെയും കൃഷിയിടത്തിലെയും ജോലികളും ചെയ്യണമായിരുന്നു. ഇൻസേ മുക്തി ഉസേ സ്കൂൾ സേ മിൽത്തി ഥി. ഇവയിൽ നിന്ന് മോചനം അവന് സ്കൂളിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. ചുട്ടിക്കെ ദിൻ ഉസേ ബുരേ ലഗ്തേ ഥേ. അവധി ദിവസങ്ങൾ അവന് മോശം ദിവസങ്ങളായിരുന്നു. ക്യോങ്കി സ്കൂൾ ദിനോ മേം വഹ് അപ്നെ മിത്രോം കെ സാത്ത് ഖുഷി സേ ചൽത്താ ഥാ. എന്തുകൊണ്ടെന്നാൽ സ്കൂൾ ദിവസങ്ങളിൽ തന്റെ കൂട്ടുകാരോടൊപ്പം അവൻ സന്തോഷത്തോടെ നടന്നിരുന്നു. ഉസ്കെ പാസ് സിർഫ് ഏക് നീലി കാക്കി യൂണിഫോം ഥി. അവന് ഒരു നീല കാക്കി യൂണിഫോം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹർ ദിൻ വഹ് വഹി യൂണിഫോം പഹൻകർ ചൽത്താ ഥാ. എല്ലാ ദിവസവും അവൻ ആ യൂണിഫോം ധരിച്ചാണ് നടന്നിരുന്നത്. ഉസ്കാ ജീവൻ അഭാവോം മേം ചൽത്താ ഥാ. അവന്റെ ജീവിതം ഇല്ലായ്മകളിലൂടെയാണ് കടന്നുപോയിരുന്നത്. അടുത്തത് ഡയറി തയ്യാറാക്കാനാണ്. പഠേം ഡയറി ലിഖേം. കഥാഭാഗം നൽകിയിട്ടുണ്ട്. വഹ് തൈ കർത്താ ഹേ കി വഹ് അപ്നി ചിട്ടി സീധേ അപ്നെ ഹംനാം ഡോക്ടർ കലാം കോ ദില്ലി ജാക്കർ ഖുദ് ദേഗാ. ഡൽഹിയിൽ പോയി തന്റെ പേരുള്ള കലാമിന് സ്വന്തം കത്ത് നൽകുമെന്ന് അവൻ തീരുമാനമെടുക്കുന്നു. ഓർ വഹ് അകേലാ ഹി നികൽ പഡ്താ ഹേ. അതിനായി അവൻ തനിയെ ഇറങ്ങിത്തിരിക്കുന്നു. രാസ്തേ മേ മുശ്കിലേം ഹായ്. വഴിയിൽ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ലേക്കിൻ കഥാ കെ അന്ത് മേ കലാം കോ അപ്നി മൻസിൽ മിൽത്തി ഹേ. എന്നാൽ കഥയുടെ അവസാനം കലാം ലക്ഷ്യം നേടുന്നു. ഫിൽം കെ അന്ത് മേം ചോട്ടു ഉർഫ് കലാം കാ സപ്ന സാകാർ കർത്താ ഹേ. അപ്നി സഫലതാ കി ബാത്ത് വഹ് അപ്നി ഡയറി മേ ലിഖ്താ ഹേ. സംഭാവിത ഡയറി ലിഖേ. സിനിമയുടെ അവസാനം ചോട്ടു എന്ന കലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. തന്റെ വിജയത്തിന്റെ കാര്യങ്ങൾ അവൻ തന്റെ ഡയറിയിൽ എഴുതുന്നു. സാങ്കല്പിക ഡയറി എഴുതാം. ഡയറി. താരിഖ് ദിൻ. ആജ് ജീവൻ കാ സബ്സെ മഹത്വപൂർണ്ണ ദിൻ ഥാ. ഇന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ബച്പൻ സെ ലേക്കർ മൻ മേം ജോ സപ്ന ഥാ ആജ് വഹ് സഫൽ ഹുവാ. കുട്ടിക്കാലം മുതൽക്കേ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നം ഇന്ന് സഫലമായി. ദില്ലി ജാക്കർ രാഷ്ട്രപതി കലാം സെ മിൽനെ ഓർ അപ്നി ചിട്ടി ദേനെ കി ബഡി അഭിലാഷ ആജ് പൂരി ഹുയി. ഡൽഹിയിൽ പോയി രാഷ്ട്രപതി കലാമിനെ കാണുവാനും കത്ത് നൽകാനുമുള്ള അഭിലാഷം സാധിച്ചു. മദ് കേലിയെ കോയി നഹീം ഥാ. സഹായത്തിനായി ആരുമുണ്ടായിരുന്നില്ല. ഖുദ് നികൽ പട. സ്വയം ഇറങ്ങിത്തിരിച്ചു. രാസ്തേ മേം ബഹുത്ത് സാരി മുശ്കിലേം ഥീ. പാതയിൽ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പർ ഈശ്വർ കി കൃപാ സെ സബ് കുച്ച് സഹ് ലിയ. ഈശ്വരന്റെ കൃപ കൊണ്ട് എല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു. മേം കലാം സെ മിൽ സഖ. എനിക്ക് കലാമിനെ കാണാൻ കഴിഞ്ഞു. ഈശ്വർ കോ ധന്യവാദ് ദേത്താ ഹൂം. ഈശ്വരന് നന്ദി. ഇനിയുള്ള പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ.
താങ്ക് യു.